വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്നെൻ്റെ സൺഡേ വ്ളോഗാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും ഒത്തുവിടുന്നതുകൊണ്ട് തന്നെ നമുക്കിരിക്കെ പൊറുതിയില്ല. രാവിലെ മുതൽ ഷെനാൻ്റെ കോള് ഉച്ച വരെ 3-4 കോൾ വന്നിട്ടുണ്ട്. എവിടെത്തി വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാത്ത ഞാൻ എവിടെത്തി എന്ന് പറയാനാ. അവസാനം ഞങ്ങളൊരു 1 മണി 1:30 ആയപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പള്ളിയിൽ പോയി. പള്ളിയിൽ ഇവിടെ ചന്ദനക്കുടമാണ്. സോ അവിടെ കയറി ജസ്റ്റ് അതിനുശേഷം നമ്മളവിടെ ടോയ്സ് കട കണ്ട് ഷെസ്വ കിളി പോയി നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളത് മൈൻഡൊക്കെ പോലെ ശരിയെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം ഫുഡ് കഴിക്കാൻ ഓൾറെഡി സമയം കഴിഞ്ഞ് 2 മണി ആയിട്ടുണ്ട്. അവിടെ ഷഹീം ഓടി വന്ന് ഷെസ്വാനെ സ്നേഹർദ്ദപോലെ സ്വാഗതം ചെയ്തു. അങ്ങനെ 3 വഴിക്ക് പോയി. ഷെസ്വാക്ക് ഫുഡ് കൊടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഉമ്മച്ചി ഇല്ലായിരുന്നു. ഉമ്മച്ചി ഒരിടം വരെ പോയത് കാരണം ഉമ്മച്ചി ഇല്ലാത്തൊരു ശൂന്യത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഫുഡ് കഴിച്ചു. നെയ്ച്ചോറും ചിക്കൻ കറിയും പരിപ്പ് കറിയും അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു. വൈകിട്ടൊക്കെ ആയപ്പോൾ ഉമ്മച്ചി വന്നു. വൈകിട്ട് പിന്നെ പറയണ്ടല്ലോ, ചിപ്സ് കുറിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ മെയിൻ സ്പോട്ട് ഇതാണ്. ഈ ഉമ്മച്ചിയുടെ റൂമിലാണ് ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞങ്ങളുടെ ടേബിളെടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ട് കട്ടിലെടുത്ത് ഹോളിലിടാം. കാരണം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന അവിടെയാണ്, എല്ലാം എപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്ന. നിങ്ങൾക്കും അങ്ങനെ ഒരു ഫേവറേറ്റ് സ്പോട്ട് കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് ആയപ്പോഴേക്കും ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കൽ മൂഡ് വന്നു. ഈ ഇൻസ്റ്റഗ്രാം കൊണ്ട് എന്തൊക്കെ ഒരു ഗുണമാണല്ലേ എന്നുവെച്ചാൽ നല്ല ഡിഷസൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അങ്ങനെ ഇൻസ്പയർ ആയിട്ടാവും ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു സൂപ്പ്. അങ്ങനെ പിന്നെ ഉമ്മച്ചി വന്നു. ഉമ്മച്ചിയുടെ കലാപരിപാടി തുടങ്ങി. ചിക്കൻ വറുക്കൽ, ഷബാബിയുടെ സൂപ്പിന് വേണ്ടിയിട്ട് സ്വീറ്റ് കോൺ പൊളിക്കൽ, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ചാൽ വീഡിയോ എടുക്കൽ, ട്രോളൽ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഞാൻ ആകെ 3-4 വെളുത്തുള്ളിയാണ് കേട്ടോ ഒളിച്ചു കൊടുത്തത്. ശരി, അതങ്ങനെ വെജിറ്റബിൾസൊക്കെ സെറ്റാക്കിയിട്ട് സൂപ്പിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഉമ്മച്ചിയുടെ പൊറോട്ടയ്ക്കുള്ള പണി ആരംഭിച്ചു. ഷെബ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് സ്കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നത് നമുക്കതൊക്കെ പറഞ്ഞ് മുങ്ങാം. ഗേസ് നിങ്ങളും തുടങ്ങും വ്ളോഗൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇതൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഉമ്മച്ചി ഇതെല്ലാം സെറ്റാക്കി കുറച്ച് വെക്കണമല്ലോ. സൂപ്പ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആകെ വന്ന ഡൗട്ട്, ഈ 3-4 പേർക്ക് ഇവൻ ഈ ഒരു ശരീരം സൂപ്പ് ഉണ്ടാക്കി എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും സൂപ്പല്ലേ, ഇങ്ങനെയൊക്കെ ഇരിക്കും, ആരെങ്കിലുമൊക്കെ കുടിച്ചോളും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. എല്ലാവരുടെ നിന്നാണ് കഴിച്ചത്. വാപ്പിച്ചുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കാറ്, എല്ലാവരോടും ഒരുമിച്ച്. അതൊരു വൈബ്. ബാക്കി ഓൾറെഡി ഒരാഴ്ചത്തെ ലീവിന് വന്നത് കൊണ്ട് തന്നെ അവളെന്നെ നിൽക്കാൻ കുറേ നിർബന്ധിച്ചു. പക്ഷേ നാളെ റൂട്ട് കനാൽ ചെയ്യാൻ പോകണം, ഷെസ്വാക്ക് എക്സാം ഉണ്ട്, അതുപോലെ എന്നിട്ട് എനിക്ക് ക്ലാസ് ഉണ്ട്. എല്ലാം കൂടി എങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവസാനം ഞാൻ നിൽക്കാൻ ഷെസ്വായും കൂടെ രാത്രി തന്നെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ സൺഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.